നമ്മളുടെ വീടിൻ്റെ അടുക്കളയിൽ അമ്മ ആഹാരം പാകം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ സസ്യങ്ങൾക്കും ആഹാരം ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യൽ അടുക്കളയുണ്ട്. അതാണ് ഇലകൾക്കുള്ളിലെ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ഈ അടുക്കളയുടെ ഘടന എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് ഇന്ന് നോക്കിയാലോ. ഇരട്ട സ്ഥലമുണ്ട്. ഇത് സെക്യൂരിറ്റി വാളായിട്ട് ആക്ട് ചെയ്യും. ആദ്യം നമ്മൾ കാണുന്നത് ഇതിൻ്റെ പുറത്തെ ഭിത്തിയാണ്. ഒരു കോട്ടയ്ക്ക് സംരക്ഷണം എന്നോണം ഇതിന് 2 പാളികളുള്ള ഒരു ആവരണമുണ്ട്, ഡബിൾ മെംബ്രെയിൻ. പുറത്തെ പാളിയും അകത്തെ പാളിയും. ഈ ഇരട്ട സ്ഥലം ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളെയും വളരെ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കുന്നു. രണ്ടാമത്താണ് സ്ട്രോമ, ദ കിച്ചൺ ഫ്ലോർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ. അവിടെ ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നു കണ്ടോ. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സ്ട്രോമ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ തറ അല്ലെങ്കിൽ സ്ലാബ് പോലെയാണിത്. ഇവിടെ വെച്ചാണ് ആഹാര നിർമ്മാണത്തിലെ രണ്ടാമത്തെ ഘട്ടമായ ഇരുണ്ട ഘട്ടം, ഡാർക്ക് ഫേസ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമുകൾ എല്ലാം ഈ സ്ട്രോമയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് തൈലക്കോഴും ഗ്രാനിയും, ദ പവർ ജനറേറ്റേഴ്സ് ആണ്. സ്ട്രോമയിൽ പൊങ്ങിക്കിടക്കുന്ന ആ പച്ച നിറത്തിലുള്ള കുറേ പാത്രങ്ങൾ കണ്ടോ. പരന്ന സഞ്ചി പോലെയുള്ള ഓരോന്നിനെ നമ്മൾ എന്ത് പറയും, തൈലക്കോഴ് എന്ന് വിളിക്കും. ഈ തൈലക്കോഴുകൾ ഒന്നിനു പുറമെ ഒന്നായി നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ ഇരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാന എന്ന് പറയുന്നത്. ഈ തൈലക്കോഴിൻ്റെ ഭിത്തിയിലാണ് സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കുന്ന ഹരിതകം ക്ലോറോഫിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം നേരിട്ട് ഉപയോഗിക്കുന്ന പ്രകാശഘട്ടം ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. ഇനി എന്താണ് ഈ സ്ട്രോമ ലാമില്ല, അത് കണക്റ്റിംഗ് ബ്രിഡ്ജസ് ആണ്. ഗ്രാനകളെ ശ്രദ്ധിച്ചു നോക്കിയേ, അവ തമ്മിൽ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത് കണ്ടോ. വിവിധ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ പാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോമ ലാമില്ല എന്ന് വിളിക്കുന്നത്. ഇവ വഴിയാണ് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അപ്പോൾ മക്കളെ, ക്ലോറോപ്ലാസ്റ്റ് സിമ്പിൾ അല്ലേ. പുറത്ത് ഇരട്ട സ്ഥലം, ഉള്ളിലെ ദ്രാവകം സ്ട്രോമ, അവിടെ വെച്ചിട്ടാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. നാണയങ്ങൾ അടുക്കുകളാക്കി വെച്ചത് നമ്മൾ എന്ത് പറയും, ഗ്രാന എന്ന് പറയും. അവിടെയാണ് പ്രകാശഘട്ടം നടക്കുന്നത്. അവയെ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്, സ്ട്രോമ ലാമല്ല. ഓക്കെ, ഇത് നന്നായി മനസ്സിലാക്കിയാൽ പ്രകാശ സംശ്ലേഷണം പഠിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതെങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് നോക്കാം.